തെക്കൻ ലെബനനിൽ ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലെബനനിലെ ഹമാസിന്റെ തലവൻ മുഹമ്മദ് ഷഹീൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെട്ടു. സ്ഫോടനത്തിൽ കത്തുന്ന ഒരു കാറിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറുന്നതിനുള്ള അവസാന ദിവസം ഇന്നാണ്. വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിലും തെക്ക് പടിഞ്ഞാറ് ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം അവസാനിപ്പിച്ചിരുന്നില്ല. സിദനിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിന് സമീപമുള്ള സൈനിക ചെക്ക് പോസ്റ്റിനടുത്ത് വെച്ചാണ് ഷഹീന് നേരെ ആക്രമണമുണ്ടായത്. ഇറാന്റെ ഒത്താശയോടെ ഇസ്രായേൽ പൗരന്മാർക്കെതിരെ ആക്രമണം നടത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി ഇസ്രായേൽ ആരോപിച്ചു. അതിനിടെ പശ്ചിമേഷ്യൻ സന്ദർശനം തുടങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ജനങ്ങളെ ഒഴിപ്പിച്ച് ഗാസ ഏറ്റെടുക്കുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് സന്ദർശനം. ഇസ്രായേൽ, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ആദ്യ സന്ദർശനത്തിൽ ഇസ്രയേലിലെത്തിയ റൂബിയോ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുവരും ട്രംപിന്റെ ഗാസ പദ്ധതിയും ഇറാൻ, ലെബനൻ, സിറിയ തുടങ്ങിയ വിഷയങ്ങളും ചർച്ച ചെയ്തു. ഗസയിലുള്ള മുഴുവൻ ബന്ദികളെയും ഉടൻ വിട്ടയക്കണമെന്നാണ് ട്രംപിന്റെ നിലപാടെന്ന് റൂബിയോ വ്യക്തമാക്കി. അതേസമയം ഹമാസിനെ ഗസയിൽ തുടരാൻ അനുവദിക്കില്ലെന്നും ഹമാസിനെ പൂർണ്ണമായും തുടച്ചുമാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാനാണ് മേഖലയിൽ അസ്ഥിരതയുണ്ടാക്കുന്ന പ്രധാന ശക്തിയെന്ന് റൂബിയോ ആരോപിച്ചു. എല്ലാ ആക്രമണങ്ങളുടെയും ഭീകരവാദ സംഘടനകളുടെയും ദശലക്ഷങ്ങളുടെ സമാധാനവും സ്ഥിരതയും തകർക്കുന്നതിന്റെയും പിന്നിൽ അവരാണെന്നും റൂബിയോ കുറ്റപ്പെടുത്തി.